രണ്ടാമത്തെ കാര്യം, എനിക്ക് ജീവിതകാലത്ത് അമൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പഠിക്കുന്നത് എന്ന തോന്നൽ ഒരു മനുഷ്യന് വരണമെങ്കിൽ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കണം. കുട്ടികൾ സ്വാലിയാവണമെങ്കിൽ 5 കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം എന്നാണ്. എളുപ്പം പറയാം. കുട്ടികൾ നന്നാവണമെങ്കിൽ 5 കാര്യങ്ങൾ എല്ലാവരും ചെയ്യണം എന്നാണ്. എല്ലാവരോടാണ് ഈ വർത്താനം. ഒന്നാമത്തെ കാര്യം, മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരിക്കണം. പൂതി, ആഗ്രഹം എന്ന് പറഞ്ഞാൽ പൂതി ഉണ്ടാണ്. ഇന്നേക്കാൾ വിവരമുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട് എന്ന് എനിക്കറിയാം. നല്ല ഒരുപാട് മൂല്യന്മാരുണ്ട്. എനിക്ക് വലിയ വിവരമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ മസലൊക്കെ പറഞ്ഞാൽ തെറ്റിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് വരാനുള്ള അവസരം ഉണ്ടായി. എന്താ കാരണം? എൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹമാണ് അതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ വിജയത്തിൻ്റെ പിന്നിൽ, മാതാപിതാക്കളുടെ മക്കളുടെ വിജയത്തിന് പിന്നിൽ മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് വലിയ അസറുണ്ട് മനുഷ്യന്മാരെ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആരാവണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. നമുക്കൊരു പരിപാടി ഉണ്ട്. അതെന്താ വെച്ചാൽ ആദ്യം തീരുമാനിക്കേണ്ട പലതും അവസാനം തീരുമാനിക്കും. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് നമുക്ക്. ആദ്യം തീരുമാനിക്കേണ്ട, ഇതിപ്പോ ഷവ്വാൽ മാസം കഴിഞ്ഞു തുടങ്ങി അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദർസുകളൊക്കെ തുറക്കുന്ന സമയമാണ്. ഇപ്പോൾ പള്ളി ദർസുകളൊക്കെ തുറക്കുന്ന സമയമാണ്. ദർസുകളൊക്കെ തുറന്നു, ഇപ്പൊ അങ്ങനെ സജീവമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഷവ്വാൽ മാസത്തിൽ വയല് പറയുമ്പോൾ പ്രത്യേകിച്ച് ദർസിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വയല് പറയണമെന്നാണ് നിയമം. ഓരോ മാസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഷവ്വാല് നിക്കാഹിനെ കുറിച്ച് പറയണം, ഷവ്വാല് ദർസിനെ കുറിച്ച് പറയണം, റജബിൽ ബറക്കത്തിനെ കുറിച്ച് പറയണം, ഷാബാനിൽ മുത്തുനബിയെ കുറിച്ച് പറയണം, റമദാനിൽ ഉമ്മത്ത് മുഹമ്മദിനെ കുറിച്ച് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോന്നിനും ഓരോ നിയമമുണ്ട്. റബീഉൽ അവ്വലിൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയണം, റബീഉൽ ആഖിറിൽ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് പറയണം. അങ്ങനെ ഒരു മാസത്തിനൊരു കണക്കുണ്ട്, ഇന്നത് പറയണമെന്ന്. ഷവ്വാലില് ദർസിനെ പറ്റി പറയണമെന്ന് കണക്കുണ്ട്. എന്താ കാരണം? ദർസുകളൊക്കെ തുടങ്ങുന്ന സമയമാണ്. നമ്മളെ കുട്ടി 10ാം ക്ലാസ് പരീക്ഷ എഴുതി. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ട് ഫുൾ A+ കിട്ടി എന്ന് കരുതുക. അങ്ങനെയാണ് വേണ്ടത്. ഫുൾ A+ കിട്ടിയാൽ നിർബന്ധമായിട്ടും +1നും +2നും പറഞ്ഞേക്കണം. സയൻസിന് തന്നെ ആയിക്കോട്ടെ. കാരണം ഡോക്ടർമാര്, കമ്പ്യൂട്ടർ എഞ്ചിനീയർമാര്, സയന്റിസ്റ്റുകൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള തന്നെയാണ്. സയൻസിന് പോയിക്കോട്ടെ. 10A+ ഒന്നും ഫുൾ A+ ഒന്നും കിട്ടിയിട്ടില്ല. 2 A+ ഉണ്ട്. ഒന്ന് അറബിയിലും പിന്നെ ഒന്ന് മലയാളത്തിലും. അറബിയിൽ കിട്ടിയത് കുറച്ച് മാർക്സ് ആയതുകൊണ്ടും മലയാളം പിന്നെ നമ്മളെ ഭാഷ ആയതുകൊണ്ടും. ബാക്കിയൊക്കെ അങ്ങനെ ബിയും B+ഉം തോൽക്കലില്ലാത്തതുകൊണ്ട് ആള് ജയിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ആ വഴിക്ക് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള നിലയിൽ ഓനെ വല്ല കച്ചവടം എന്തേലും പഠിപ്പിച്ചാൽ ഉഷാറാവുമല്ലോ എന്ന് കരുതിയിട്ട് വാപ്പ എന്ത് ചെയ്തു വെച്ചാല് നല്ലൊരു പലർക്ക് വീടിയൊക്കെ ഉണ്ടാക്കി. പലർക്ക് വീടിയാണെന്ന് അറിയാമല്ലേ? പലർക്ക് വീടിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പലർക്ക് വീടി പോയാൽ സ്വാഭാവികമായിട്ടും സിമെന്റും പഞ്ചാര ചാക്കൊക്കെ ഏറ്റേണ്ടി വരും. പഞ്ചാര ചാക്ക് ഇങ്ങനെ ഏറ്റി കഴുത്ത് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു. ഒരു ദിവസം പെരയിൽ വന്നിട്ട് ഓൻ പറഞ്ഞു, ഇപ്പ ഇന്നെക്കൊണ്ട് ഇതാവൂലട്ടോ എന്ന് പറഞ്ഞാല് ബാപ്പ അങ്ങനെ ആലോചിച്ചു, ഇനിയിപ്പോ എന്താ ചെറുക്കനെ നമ്മൾ കാട്ടുക? കോഴിപ്പീടിയിൽ നിർത്താൻ പറ്റും, മീൻ കച്ചവടത്തിനാക്കാൻ പറ്റും, സൈക്കിളും പീടിയിലാക്കിയാലും വിജയിക്കാൻ വേണ്ടി പറ്റും. കാരണം എന്തായാലും സിമെന്റും ചാക്കും പഞ്ചാര ചാക്കും ഒന്നും ഏറ്റേണ്ടി വരില്ല. എന്നാ പിന്നെ മീൻ കച്ചവടത്തിന് ആയിക്കോട്ടെ തീരുമാനിച്ചിട്ട് മീൻ പീടി കൊണ്ടാക്കി. കുഴപ്പമൊന്നുമില്ല, സംഗതി അങ്ങനെ ഉഷാറായിട്ട് പോവും. വരുമാനമൊക്കെ ഉണ്ടാവും. നല്ല വർക്കത്തും ഉണ്ട്. മീൻ കച്ചവടം നല്ല വർക്കത്തുള്ള പരിപാടിയാണ്. നല്ല വർക്കത്തുണ്ട്. മീൻ കച്ചവടം, ഇറച്ചി കച്ചവടം ചെയ്തിട്ട് ഹക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ കെട്ടിച്ചിട്ടും പെരയാറ്റിട്ടും കടം വരുത്തി വെക്കൂല എന്നാണ്. ഒരു മനുഷ്യന് കടം വരിയപ്പോഴാണ് ഒന്ന് പെരയാറ്റിയാലും പിന്നെ ഒന്ന് കുട്ടികളെ കെട്ടിച്ചാലാണ്. ഈ 2 കടം മീൻ കച്ചവടക്കാർക്കും ഇറച്ചി കച്ചവടക്കാർക്കും ഉണ്ടാവില്ല എന്നാണ്. നേരംഗത്തിൽ ചെയ്തതാണ് കേട്ടോ. നേരംഗത്തിൽ അല്ലെങ്കിൽ കുടുങ്ങാൻ അതന്നെ മദ്യവും ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ നല്ല പരിപാടിയാണ്. അങ്ങനെ മീൻ കച്ചവടത്തിന് അങ്ങനെ പോയി. ഒരു ദിവസം നല്ല ഏട്ട വന്നിരുന്നു മാർക്കറ്റില്. ഏട്ടത്തലന് വെട്ടിയപ്പോ ചിറിക്കിന് തെറിച്ചു. അന്ന് വാപ്പാട് വന്നിട്ട് പറഞ്ഞു, ഇപ്പ ഇന്നെക്കൊണ്ടാവൂല ഈ പരിപാടി എന്ന് പറഞ്ഞ് നിർത്തി. അങ്ങനെ വാപ്പിയമ്മയും കൂടി ഇങ്ങനെ ചർച്ച ചെയ്ത് ഇനിയിപ്പോ നമ്മളെന്താ ചെറുക്കനെ കാട്ടുക? അതിൽ ഉമ്മ പറഞ്ഞു, ഓനെ ഓതാൻ ഉണ്ടാക്കുക പള്ളിക്ക്.
അപ്പൊ വാപ്പ പറയും എന്നാ പിന്നെ ഒന്ന് മയ്യത്ത് നിസ്കരിക്കാനും ആയിക്കോട്ടെ. ആര്? ഈ ഏട്ടത്തല വെട്ടാൻ പറ്റാത്ത ഓനാണുള്ളപ്പം ഞനക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ട് അത് ആദ്യം തീരുമാനിക്കണ്ടല്ലോ. അത് മൂത്തത് ആൺകുട്ടിയായിരുന്നു, അപ്പ തീരുമാനിക്കണം. പഠിച്ചോനെ അള്ളാഹുവേ നീ എനിക്ക് തന്നത് ആദ്യത്തത് ആൺകുട്ടിയാണ്, അത് മയ്യത്ത് നിസ്കരിക്കാനായിക്കോട്ടെ. ഇഞ്ഞ് തരികയാണെങ്കിൽ മട്ടത്തിന് എന്താ വെച്ചാ ആക്കാന്ന് തീരുമാനിക്കേണ്ടത്. ഇതാ ഞാൻ പറഞ്ഞത്, ആദ്യം തീരുമാനിക്കേണ്ട പലതും അവസാനം തീരുമാനിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് നമ്മക്ക്. എന്നാലും ഇനിയിപ്പോ അങ്ങനെയൊക്കെ ആയാലും അവസാനം തീരുമാനിച്ചാലും സംഗതി കഴിച്ചിലാവും കേട്ടോ. വേറെ കാര്യമാണ്, കഴിച്ചിലാവാൻ അവസാനം തീരുമാനിച്ചാലും കഴിച്ചിലാവും. അങ്ങനെ 2 കൊല്ലം ഓതാൻ പോയി, അല്ലെങ്കിൽ 3 കൊല്ലം ഓതാൻ പോയി, വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ടെടുത്ത് ഇങ്ങനെ നടന്ന് ഹദ്ദാദ് റാത്തീബും ജമാഅത്തിലൊക്കെ കൂടി ദേശം കിതാബൊക്കെ ഓതി പഠിച്ച് ഒരു വയത് കാണാതെ പഠിച്ച് പിറ്റത്തെ റമദാന്റെ ലീവില് നാട്ടിൽ വന്നിട്ട് തറാവി കഴിഞ്ഞേക്കാണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ ഖാല അല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും മൂക്കത്ത് വിരലിച്ചിട്ട് ഇങ്ങനെ നോക്കും. നമ്മളാ പാത്തുമൂന്റെ കോയിപ്പീടിൽ നിന്ന് ചെറുക്കൻ തന്നെയല്ലപ്പാ പറയണത് എന്ന്. മാറ്റം ഉണ്ടാവും, അത് വേറെ കാര്യം, അവസാനം തീരുമാനിച്ചാലും. പക്ഷേ എന്താ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ആദ്യം തീരുമാനിച്ചാലും അവസാനത്തേക്ക് വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ അതിൽപ്പെട്ടൊരു സംഗതിയാണ് മാതാപിതാക്കളുടെ തീരുമാനം, ആഗ്രഹം മക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ നമ്മുടെ മക്കൾ ആരാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാതാപിതാക്കളുടെ ആഗ്രഹം പോലെയാണ് മക്കളായി തീരുക. ഇതിലൊന്ന് വാപ്പാന്റെ പ്രവർത്തനങ്ങൾ, 2 ഉമ്മയുടെ ആഗ്രഹങ്ങൾ. അപ്പൊ 5 കാര്യം ചെയ്യണം. ഒന്നാമത്തേത്, മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ശക്തമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഉദ്ദേശത്തിനനുസരിച്ച പേര് നൽകണം. നല്ല പേരിടുക എന്ന് നമ്മൾ പറയും. ഉദ്ദേശത്തിനനുസരിച്ച പേര്, ഡോക്ടറാക്കാനാണെങ്കിൽ അതിനനുസരിച്ചൊരു പേര്, മൊലരാക്കാനാവുമ്പോൾ അതിനനുസരിച്ചൊരു പേര്, കച്ചവടക്കാരനാക്കാണെങ്കിൽ അതിനനുസരിച്ചൊരു പേര്. അങ്ങനെ നല്ല ഉദ്ദേശത്തിനനുസരിച്ചുള്ള നല്ല ഒരു പേര് കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം. മനുഷ്യൻ തിന്നുന്നതിനനുസരിച്ചാണ് ഉണ്ടാവുക. ഹലാലായത് മാത്രമായാൽ പോരാ, ത്വയ്യിബായത് കൂടിയായിരിക്കണം കഴിക്കുന്ന ഭക്ഷണം. ഹലാലും അനുവദനീയമായതും നല്ലതുമായിരിക്കണം. അനുവദനീയമായത് കൊണ്ട് നല്ലതായിക്കൊള്ളണമെന്നില്ല. ദൂരനിസ്കാരം കഴിഞ്ഞിട്ട് പെരേക്ക് പോകുമ്പോ അബ്ദുറഹ്മാനാജിയുടെ വളപ്പെന്ന് മൂവാണ്ടം മൂച്ചി റോട്ടുമൊക്കെ ചെരിഞ്ഞു നിന്നിരുന്നു. അയിമന്നൊരു പച്ചമാങ്ങ ചാടിക്കിടക്കുന്നുണ്ട്. ആ പച്ചമാങ്ങ എടുത്ത് കൊണ്ടുപോയി ചെമ്മീൻ പൊടി കൂട്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഓനും കുട്ടികളും കൂടി തിന്നു. മൂവാണ്ടം മൂച്ചി റോട്ടുമൊക്കെ നിൽക്കണേമെന്ന് പച്ചമാങ്ങ ചാടിയത് അബ്ദുറഹ്മാനാജിക്ക് പൊരുത്തമുണ്ടാകുമെന്ന് നമുക്കറിയുന്നത് കൊണ്ട് ഹലാലാവും, സംഗതി ഹലാലാവും. ത്വയ്യിബാവണമെങ്കിൽ അസർ നിസ്കാരത്തിന് അബ്ദുറഹ്മാനാജിനെ കണ്ടു. അപ്പോൾ പറഞ്ഞു, ആചാര്യേ ഇങ്ങളെ പറമ്പെന്ന് റോട്ടുമൊക്കെ ചാഞ്ഞു നിന്നീന മൂവാണ്ടം മൂച്ചിമ്മന്ന് ചാടിയ മാങ്ങ ഞാൻ എടുത്തു കൊണ്ടുപോയി ചമ്മന്തി അരച്ച് തിന്നു എന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാനാജി പറഞ്ഞു, കുഞ്ഞാമതേ കൊണ്ടുപോയതും പൊരുത്തപ്പെട്ടു, കൊണ്ടുപോകാനുള്ളതും പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ത്വയ്യിബായി. ഇതാണ് സംഗതി. അപ്പൊ ഹലാലാവാൻ പല വഴിയുണ്ട്. 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തു, 1000 ഉറുപ്പ്യക്ക് ജോലി ചെയ്തു, 1250 ഉറുപ്പ്യക്ക് വാശി പിടിച്ച് വാങ്ങി, ഹലാലാവും. അവനാന്റെ ജോലിക്ക് അവനാന് കൂലി പറയാം. വാശി പിടിച്ച് വാങ്ങി സംഗതിയൊക്കെ ഹലാലാവും. അതേ സമയത്ത് കൊടുക്കണോനൊരു റാഹത്തുണ്ട്. 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് 975 ഉറുപ്പ്യ വാങ്ങിയാല് കൊടുക്കണ ആൾക്ക് റാഹത്തുണ്ടാവും, ത്വയ്യിബാവും. എല്ലാ ഹലാലും ത്വയ്യിബായിക്കൊള്ളണമെന്നില്ല. നൽകുന്നവന്റെ സംതൃപ്തി അതിലുണ്ടോ, അതാണ് ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ വാങ്ങുന്നവന്റെ അവകാശം ആയിരുന്നാൽ മാത്രം പോരാ, കൊടുക്കുന്നവന്റെ സംതൃപ്തി കൂടി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് സംഗതി. അതുകൊണ്ട് എല്ലാ കാര്യവും ഈ രൂപത്തിൽ ആലോചിക്കുക. എല്ലാം അതുപോലെ നിങ്ങൾ പറയാൻ മറന്നാലും
ഞാൻ വരാൻ മറക്കണ്ടെന്ന് കരുതിയിട്ടാണ് പോന്നതാണ് ഇന്ന് കല്യാണത്തിന്. മനസ്സിലായില്ലല്ലോ? അതോ മനസ്സിലായോ? എന്തറിയില്ല. മനസ്സിലായ ഒന്ന് തലെങ്കിലും ഇളകൂലവും ഇല്ല. അതോ ഈ നാട്ടിൽ മനസ്സിലായത് മനസ്സിലാവാനുള്ള അടയാളമൊന്നും ഇല്ലെന്നറിയില്ല. നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണ്ടെന്ന് കരുതിയിട്ടാണ് പോന്നതാണ് എന്ന് പറഞ്ഞങ്ങാണ്ട് പറയാത്ത കല്യാണത്തിന് പോകാം. ചോദിക്കാൻ പറ്റൂല. ഹലാൽ തന്നെയാണ്, ത്വയ്യിബാവൂല. കാരണം അത് മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തും എന്നതാണ് കാരണം. അഭിമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണം ത്വയ്യിബായിരിക്കില്ല. പിന്നെ കഴിക്ക എങ്ങനെ? അത് മൂപ്പര് പറയാൻ മറന്നു തന്നെയാണ് എന്ന് ബോധ്യപ്പെടാൻ പറ്റുന്ന അത്രയും നിർബന്ധിച്ചു. എല്ലാവരും കൂടി നിർബന്ധിച്ചു. നിനക്ക് പിന്നെ കഴിക്കാന്നല്ലാതെ പോണേന് കുഴപ്പമില്ല, പറയാൻ മറന്നതല്ലേ, തിന്നാൻ പറ്റൂല. ഭക്ഷണത്തിന് നല്ലോണം. വീരാനല്ലേ പാപ്പ, നിങ്ങളെ നാട്ടുകാരനാണല്ലോ വീരാനല്ലേ പാപ്പ. വീരാനല്ലേ പാപ്പ യാത്രക്കാരനാണ്, സഞ്ചാരിയാണ്. മഹാനവർകൾ യാത്രക്കാരനാണ്. വീരാനല്ലേ പാപ്പ യാത്ര പോകുമ്പോ എല്ലായിടത്തുനിന്നും ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കാൻ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അവിടെ ചെന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. ഭക്ഷണത്തിന് നല്ല നോട്ടുണ്ട്. എല്ലായിടത്തുനിന്നും കിട്ടിയമാതിരി തിന്നാനൊന്നും പറ്റൂല. കാരണം ഭക്ഷണം ഒരു മനുഷ്യന്റെ ആത്മീയതയുടെ അടിസ്ഥാനമാണ്. ആത്മീയ ഉന്നതി അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തുങ്ങാണ്ട് സിറാത്ത് പാലം നടക്കുമ്പോൾ കൈമ പിടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊരു പ്രയോജനമില്ല. തിന്നാൻ കൊടുക്കുന്നത് ഹലാലായാൽ മാത്രം പോരാ, അത് ത്വയ്യിബ് കൂടിയായിരിക്കണം. എങ്കിൽ മാത്രമാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, മക്കൾക്ക് ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കണം. ദീൻ മാത്രം പഠിപ്പിച്ചാലും പോരാ, ദുന്യാവ് മാത്രം പഠിപ്പിച്ചാലും പോരാ. മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമാകുന്ന വിവരങ്ങൾക്കാണ് ദീനിയും ദുന്യവിയുമായ ഇൽമു പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഒന്ന് മുസ്ലിമാകാൻ പറ്റണം, രണ്ടാമത്തേത് ജീവിക്കാനും പറ്റണം. മുസ്ലിമാവുക, ജീവിക്കുക എന്ന് പറഞ്ഞാല് നിങ്ങൾ ആലോചിച്ചോളെ, നിങ്ങൾ ആലോചിക്കും. യുക്തിവാദിയാകുന്നത് വിവരമില്ലാത്തവരല്ലല്ലോ. നിരീശ്വരവാദിയാകുന്നത് വിവരമില്ലാത്തവരല്ലല്ലോ. PhD-ക്കാര്. സർവമത സത്യവാദിയാകുന്നത് PG കഴിഞ്ഞ ആൾക്കാര്. ലിബറലിസ്റ്റുകളായിത്തീരുന്നത് വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാര്. ആണുങ്ങളും പെണ്ണുങ്ങളും. വിവരമില്ലാത്തവർക്കൊന്നും, ഒരു മനുഷ്യന് ഒരു വിവരമില്ല എന്ന് വിചാരിച്ചോളൂ. ഒരു മനുഷ്യന് യാതൊരു വിവരമില്ല, മൂപ്പർക്ക് കന്നൂട്ടാൻ അറിയാം. അങ്ങനെ ഒരു ദിവസം പാടത്ത് കന്നൂട്ടൽ കഴിഞ്ഞിട്ട് ആ മുടങ്കോലും പടിയൊക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഓൻ്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അവളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചാൽ മുടങ്കോല് പടിയുടെ തല മാറിയിട്ട് ദേശം അടുത്തേക്ക് വാങ്ങിക്കി അപ്പം കാണിച്ചു തരാമെന്ന് പറയും. ഓൻ്റെ ഇമ്മ പോവില്ല, ഓ യുക്തിവാദിയാവൂല, ഓ നിരീശ്വരവാദിയാവൂല, ഓൻ ലിബറലിസ്റ്റും ആവൂല, ഒരു സാധനം ആവില്ല. മൂമിനായിട്ട് ജീവിക്കും. മൂമിനായിട്ട് മരിക്കാൻ നേരത്തെ പാടത്തിന് കയറി വന്നിട്ട് കട്ടിൽ നീണ്ടു കിടന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞാണ് മരിക്കുകയും ചെയ്യും. പിന്നെ ആർക്കാ കുഴപ്പം പറ്റുന്നത്? കുട്ടികളെ ബക്കറ്റ് വിരിവേറ്റ് വരുന്നുണ്ട്. അതിലെല്ലാവരും കാര്യമായിട്ട് സഹായം ചെയ്തു കൊടുക്കണം. മൈക്കൻ്റെ പിരിവ് എന്നാണ് പറയാം. മൈക്കൊക്കെ മാത്രമല്ല, ക്യാമറക്കും വേണം. സാരിയും പൈസക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അതിനനുസരിച്ച് നല്ലോണം ഇട്ടോളി എല്ലാവരും. അപ്പോൾ ആ ബക്കറ്റായിട്ട് വരുന്നുണ്ട് എല്ലാവരും. ഇവരെ നാളെ നമ്മളെ പിന്നെ ബഹുമാനപ്പെട്ട മേലാറ്റൂർ ആബിദ് തങ്ങളാണ് ദുആക്ക് നേതൃത്വം നൽകുന്നത്. ആബിദ് തങ്ങളുടെ ദുആ പ്രത്യേക ഒരു ദുആ തന്നെയാണ്, നല്ല ദുആയാണ്. അപ്പം അതുകൊണ്ട് ഇവരെ പ്രവർത്തകർ ഒരു കവർ വിതരണം ചെയ്തിട്ടുണ്ട്. ആ കവറിൽ നല്ലൊരു സംഖ്യ ഇടുക, അതിൻ്റെ ഒപ്പം പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഒരു കടലാസിൽ എഴുതുക, അല്ലെങ്കിൽ ആ കവറും എഴുതുക ചെയ്യാം. അതിവിടെ മുഴുവൻ വായിക്കാനൊന്നല്ല, ഇടുമ്പോഴുള്ള നീയത്ത് ശരിയാവാനാണ്. ഹലോ, ഒന്നെങ്കിൽ കവറുമ്മ തന്നെ എഴുതാം, അല്ലെങ്കിൽ ഒരു കടലാസ് എഴുതിയിടുക. അത് മുഴുവൻ വായിച്ചു തീർക്കാനൊന്നുമല്ല. പിന്നെന്താ, നമ്മൾ ആ പൈസ ഇടുമ്പോൾ എന്തിനാന്നുള്ളൊരു നീയത്ത് ഉണ്ടാവില്ല, അതും ശരിയാവാൻ വേണ്ടിയിട്ടാണ്. എന്ത് എഴുതുമ്പോഴും അതിൻ്റെ ഒപ്പം ആക്കിബത്ത് നന്നാവാൻ കൂട്ടി എഴുതണം. എന്ത് എഴുതാം, കടം വീടാനും ആക്കിബത്ത് നന്നാവാനും, മരിച്ചവർക്ക് വേണ്ടിയും ആക്കിബത്ത് നന്നാവാനും, രോഗം ശിഫിയാകാനും ആക്കിബത്ത് നന്നാവാനും.
എന്ത് എഴുതുമ്പോഴും അതിൻ്റെ ഒപ്പം ആക്കിപത്ത് നന്നാകാനൊന്നും കൂടി കൂട്ടി എഴുതിയിട്ട് ആ കവറിലിട്ടിട്ട് നാളെ കൊണ്ടുവരിക. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങളുടെ അസഞ്ചരി അവരുടെ നേതൃത്വത്തിലുള്ള ദുആ ഉണ്ടായിരിക്കും. അപ്പം ആരും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പരിപാടിയുമായി എല്ലാവരും നല്ലോണം സഹകരിക്കണം. ആ വരുന്ന വഴിക്ക് ഒരു മേശയും അതിൻ്റെ അടുത്ത് 2 കസാലയൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാർ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സംഭാവന കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എല്ലാവരും ഇൻഷാ അല്ലാഹ്. അവസാനം സമാപനത്തിൽ നമ്മളെ വയത് കഴിഞ്ഞ് നിർത്തുന്ന സമയത്ത് നമുക്ക് ഒരു ചെറിയ ദുആയൊക്കെ അവർക്ക് വേണ്ടി ദ്വാരന്നിട്ട് അവസാനിപ്പിക്കാം. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ ഇരുത്തം എല്ലാം കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. ശ്രദ്ധിക്കുക എല്ലാവരും. 2 വരി ബൈത്ത് എന്തേലും ചെല്ലാം എല്ലാവരും. അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത മുൻജീനാ ഗദൻ من شفاعتك الصفا من لنا مثلك يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد മുഅ്മിനീങ്ങളെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 5 കാര്യങ്ങളാണ് മക്കൾ നന്നാവാൻ ചെയ്യേണ്ടത്. 4-മത്തത് ദീനിയും ദുന്യവിയുമായ ഇൽമ് പഠിപ്പിക്കണം. വിവരമുള്ളവർക്കാണ് ഈമാൻ പോണത്, വിവരമില്ലാത്തവരെ ഈമാനല്ലല്ലോ പോണത്. എന്താ കാരണം? ഭൗതികം പഠിക്കുകയും ആത്മീയം പഠിക്കാതിരിക്കുകയും ചെയ്തതാണ് കാരണം. +1 പഠിക്കുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങളെ മറികടക്കുന്ന തരത്തിലാണ് നമ്മുടെ മദ്രസയിലെ 10ാം ക്ലാസ് പാഠപുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. 9ാം ക്ലാസ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങളെ മറികടക്കുന്ന തരത്തിലാണ് 9ാം ക്ലാസ്സിലെ മദ്രസ പാഠപുസ്തകം തയ്യാറാക്കിയത്. പക്ഷേ നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതാണ് യുക്തിവാദിയായതിൻ്റെ കാരണം. ഇതാണ് ലിബറലിസം. എല്ലാവർക്കും ഒരേമാതിരത്തെ സംശയമല്ല ഉണ്ടാവുക. ഭൗതികം പഠിക്കുന്നതിനനുസരിച്ച് സംശയം വന്നുകൊണ്ടിരിക്കും. ഭൗതിക വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് സംശയം വന്നുകൊണ്ടിരിക്കും. കാരണം അവിടെയും ഇവിടെ ഓരോന്ന് കാണും. ചോദിക്കാനും പറയാനും ആളുണ്ടായിരിക്കണം. എല്ലാ സംശയത്തിനും ഒരു 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 പൊതുവെയുള്ള സ്വഭാവമുണ്ട്. എല്ലാ ഈമാനിനെ ബാധിക്കുന്ന എല്ലാ സംശയങ്ങളും മിക്കവാറും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളായിരിക്കും. കാരണം മുത്തുനബിയിൽ സംശയിച്ചാലാണ് ഈമാൻ പോവുക. സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തതല്ല പ്രശ്നം. അബൂജഹൽ ദ്വാരക്കുമ്പോൾ അള്ളാഹിനെ വിളിച്ചിട്ട് ദ്വാരക്കലൊക്കെ ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ താല്പര്യമില്ലാതെയായതാണ് പ്രശ്നം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ
എല്ലാ വ്യാഴാഴ്ചയും ഉംറക്ക് പോയതല്ല കാരണം, മുഹമ്മദ് നബിയിൽ താല്പര്യമുണ്ടായതാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈമാനെ ബാധിക്കുന്ന എല്ലാ സംശയങ്ങളും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് ചെന്നെത്തുക. അപ്പൊ ഈ തൊട്ടടുത്ത ദിവസം ഫേസ്ബുക്കിലൊക്കെ കണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാള് അല്പം കള്ള് കൊണ്ടുവന്നു കൊടുത്തു. കള്ള്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അത്രേ സഹോദര, നീ ഇത് കൊണ്ടുവരുന്നത് ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ സഹാബി പറഞ്ഞു, പുന്നാര നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത്. അപ്പോൾ നബി തങ്ങൾ അത് വാങ്ങി കുടിച്ചു എന്നതാണ്. നഊദുബില്ലാഹ്. ഇങ്ങനൊരു സംഭവം കേൾക്കുമ്പോൾ ഒരു ലവലേശം സംശയം മുഹമ്മദ് നബിയെ കുറിച്ച് ഒരാളുടെ കൽബിനോട് കയറിയാലേ അപ്പോൾ ഈമാനോട് പോകും. മറുപടി പിന്നെ വരുള്ളൂ. മറുപടി അടുത്ത ബസ്സിന് വന്നിട്ട് മണ്ണാർക്കാട് ഇറങ്ങിയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് വന്നിട്ട് വേണ്ടി വരും. അപ്പോൾ അതിന് ഈമാൻ പോയിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സംശയം വന്നാൽ ഉടനെ ഈമാൻ പോവും. മറുപടി കിട്ടുന്നതിന് മുമ്പ് പോവും. ഇന്റെ നബിന്റെ ഇരുന്ന് അങ്ങനെ ഉണ്ടാവൂല എന്ന് പറയുന്ന കൽബ് ആദ്യം സെറ്റ് ചെയ്യണം. എന്നാലേ ഈമാൻ നിലനിൽക്കുള്ളൂ. അതിനെന്ത് വേണം? ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം. ചോദിക്കാനും പറയാനും ആളുണ്ടായിരിക്കണം. ഇന്റെ ഉസ്താദ് ഉണ്ടായിരിക്കണം. നിയന്ത്രിക്കാൻ ആളുണ്ടായിരിക്കണം. ആരൊരാട് ചോദിക്കാൻ വേണ്ടി പറ്റണം. എല്ലാ സംശയത്തിനും മറുപടി കിട്ടിക്കോളണമെന്നൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോന്ന് കേൾക്കുമ്പോ ഉസ്താദ്മാരോട് പോയി ചോദിക്കണം, ഉസ്താദ് ഇങ്ങനെ കേട്ടു എന്താണ്? ഏത് ഹദീസിൽ സംശയമുണ്ടായാലും ആദ്യം ചെയ്യേണ്ടത് ഈ ഹദീസ് എവിടെയുള്ളതെന്ന് പരിശോധിക്കണം. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കണം. ഹദീസുകൾ എന്നത് വഹീന്റെ ഇൽമാണ്. അതിൽ വരുന്ന സംശയത്തിന് മറുപടി അതിൽ തന്നെ ഉണ്ടായിരിക്കും മിക്കവാറും. ഇല്ലെങ്കിൽ തത്തുല്യമായ ഹദീസ് പരിശോധിക്കേണ്ടി വരും. ഈ ഹദീസ് എന്താ സംഭവം? ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹദീസിൽ ചെറിയൊരു വളച്ചൊടിക്കൽ നടന്നു. അതെന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ ആളുകൾ കുടിക്കൽ പതിവുണ്ട്. ഇങ്ങനെ പറയാം, ഒരു റൂമിൽ ഈത്തപ്പഴം ഒന്നിച്ച് കൊടുന്ന് അട്ടിടും. എന്നിട്ട് അതിലിങ്ങനെ ഇടക്കിടക്ക് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കും. അപ്പോൾ മധുരമുള്ള ഒരു വെള്ളം അടിയിലൂടെ ഇങ്ങനെ ഊറി വരുന്നത് ഒരു പാത്രത്തിൽ ശേഖരിക്കും. ആ വെള്ളം, ആ പാനീയം ആരോഗ്യത്തിന് വേണ്ടി ആളുകൾ കുടിക്കൽ പതിവുണ്ട്. ഇന്ന് അതിന് നമുക്ക് ജ്യൂസ് എന്നൊക്കെ, അസീർ ജ്യൂസ് എന്നൊക്കെ പറയട്ടോ. അന്ന് അങ്ങനെ ഒരു ജ്യൂസിന്റെ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് അതിന് ജ്യൂസ് എന്ന് പറയാൻ പറ്റൂല എന്ന് മാത്രം. അസീർ എന്ന അറബിയിൽ പറയാം. അസീറിന്റെ മലയാള പരിഭാഷ ജ്യൂസ് എന്നാണ്. പക്ഷെ മലയാളം പറയാൻ പറ്റൂല. കാരണം ജ്യൂസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സിസ്റ്റം അന്നില്ല. അതുകൊണ്ട് അപ്പൊ ഈ സാധനം കുടിക്കും. അതിനൊരു പ്രത്യേകമായ പേരുണ്ട്. ആ പേര് ഞാൻ മനഃപൂർവ്വം പറയണില്ല. അതിനൊരു പ്രത്യേകമായ പേരുണ്ട്. ആ പേരില് പിൽക്കാലത്ത് യൂറോപ്പിലെ വലിയൊരു മദ്യ ഫാക്ടറി ഒരു കള്ള് പുറത്തിറക്കി. ഈ പറഞ്ഞ ആ വാക്ക് ഉപയോഗിച്ചിട്ട് പേരിട്ടിട്ട് യൂറോപ്പിലെ പ്രസിദ്ധമായ ഒരു മദ്യ ഫാക്ടറി ഒരു മദ്യം പുറത്തിറക്കി. അതിനാൽ ഇന്ന് ആ അറബി വാക്ക് യൂട്യൂബിലോ ഗൂഗിളിലോ അടിച്ചാൽ ഒരു കള്ളും കുപ്പിയുടെ പരസ്യമാണ് വരിക. ആ പേരിൽ പിൽക്കാലത്തിന് മദ്യം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത് യൂട്യൂബിൽ അടിച്ചാൽ അല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ അതേ കിട്ടുള്ളൂ. ആ സാധനം ഒരാൾ നബി തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു. സാധാരണ ഈ ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഈ പാനീയം വെയിലത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിൽ നിന്ന് നരയും പതയൊക്കെ വരും. അങ്ങനെ കുറെ ചൂടാക്കിയാൽ അത് കള്ളായി രൂപാന്തരപ്പെട്ടിട്ട് കുടിയന്മാർ കുടിക്കലും പതിവുണ്ട്. വെയിലത്ത് വെക്കാതെ നല്ല നിലക്ക് ആരോഗ്യത്തിന് വേണ്ടി കുടിക്കലും പതിവുണ്ട്. വെയിലത്ത് വെച്ച് പുളിപ്പിച്ചിട്ട് കള്ളാക്കിയിട്ട് കുടിക്കലും പതിവുണ്ട്. ഈ സാധനം ഒരാൾ മുത്തുനബിക്ക് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ചോദിച്ചു, സഹോദര, ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ, ഇത് സൂര്യപ്രകാശം തട്ടിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല നബിയേ,
ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നിരുന്നത് എന്ന് പറഞ്ഞപ്പോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാദങ്ങൾ അത് വാങ്ങിക്കുടിച്ചു എന്നാണുള്ളത്. ഇങ്ങനെ സംശയങ്ങളും തീർന്നിട്ട് ഈമാൻ നിലനിൽക്കണമെങ്കിൽ ഇൻഡോസ്താൻ ഉണ്ടാകണം. ഇൻഡോസ്താൻ ഉണ്ടാണെങ്കിൽ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കണം, അല്ലെ ഇൻഡോസ്താൻ ഉണ്ടാവില്ല. ഇതന്നെ നല്ലത്. ഇൻഡോസ്താൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അതിന് മുതിർന്ന ക്ലാസ്സിൽ പഠിക്കണം. അഞ്ചാമത്തെ കാര്യം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം.